സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, കോടതിയിൽ ജാമ്യം നിഷേധിക്കുന്നു, ജാമ്യമില്ലെന്നുള്ള വാർത്ത വന്നു, ഒരു മിനിറ്റിനുള്ളിലാണ് പുറത്താക്കിയെന്ന് KPCC തീരുമാനിക്കുന്നത്. ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. എങ്ങനെ ആ തീരുമാനത്തിലേക്ക് എത്തി എന്നതുകൂടി നമുക്കറിയണം. കാരണം അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ, വെട്ടുകിളിക്കൂട്ടത്തിന്റെ ആക്രമണം പോട്ടെ എന്ന് വെക്കാം, പക്ഷെ നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന അവസാന നിമിഷം വരെ ശ്രമം നടത്തിയിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. പിന്നീട് എങ്ങനെയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ മാത്രമാണോ, ഇല്ലെങ്കിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ നേരിടാൻ പോകുന്ന കടുത്ത പ്രതിസന്ധിയിലേക്കുള്ള കാര്യങ്ങളിലാണോ ഇന്നലെ ആ തീരുമാനം ഉണ്ടായത് എന്നാണോ മനസ്സിലാക്കുന്നത്? അതൊക്കെ മാറ്റിവെച്ചാലും കോൺഗ്രസിന് ഇനി അഭിമാനത്തോടെ പറയാം, കോടതി ജാമ്യം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ ഞങ്ങൾ ആരോപണ വിധേയനായ ഒരാളെ പുറത്താക്കിയിരിക്കുന്നുവെന്ന് കൃത്യമായി വ്യക്തമായി പറയാൻ കഴിയും എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ നേട്ടം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയങ്ങളും വേണ്ട. അതായത് നേരത്തെ VD സതീശൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും പാർട്ടി കോടതിയുടെ തീരുമാനത്തിന് വിടാതെ, ജനകീയ കോടതിയുടെ തീരുമാനത്തിന് വിടാതെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് നിയമപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് കൃത്യമായും വ്യക്തമായും നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് ഈ പൊതുവിടത്തിൽ അവർക്ക് തല ഉയർത്തി നിന്ന് തന്നെ എടുക്കാൻ കഴിയുന്ന ഒരു നിലപാട് എന്ന് കൃത്യമായി തന്നെ പറയാം. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയങ്ങൾ വേണ്ട. പിന്നെ ഇതുവരെ നീണ്ടുപോയത്, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് നീണ്ടുപോയത് എന്ത് എന്നൊരു ചോദ്യമാണ് കുറച്ചു നേരമായി ഉയർന്നുകൊണ്ട് അല്ലെങ്കിൽ നേതാക്കളോടക്കം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. അതിന് അവരുടെ കയ്യിൽ കൃത്യമായ മറുപടിയുണ്ട്. മിനിങ്ങാന്ന് ഇത്തരത്തിലൊരു പരാതി, അത് തന്നെയാണ് ഇന്ന് മുഴുവൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ കൃത്യമായി ഒരു പരാതി AICCക്കും ഒപ്പം KPCC പ്രസിഡന്റിനും കിട്ടിയ ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ എന്താണ് നടപടിയെടുത്തതെന്ന് KPCC പ്രസിഡന്റിനോട് ആരാഞ്ഞിരുന്നു. മാത്രമല്ല കൃത്യമായ നടപടി രാഹുലിനെതിരെ വേണമെന്ന നിർദ്ദേശവും കൂടി രാഹുലിന്റെ ഓഫീസ് ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും മുഖേന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഇത് സംബന്ധിച്ചൊരു ആശയവിനിമയം ഉണ്ടാവുകയും അതിനുശേഷം രാഹുലിനെ പുറത്താക്കാമെന്ന പൊതു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നലെ രാഹുലിനെ പുറത്താക്കാൻ പാർട്ടി തീരുമാനമെടുത്തതാണ്. ആ തീരുമാനം നേതാക്കളെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ രാവിലെ മുരളീധരന്റെ പ്രസ്താവന, അല്ലെങ്കിൽ മുരളീധരൻ രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ എടുത്ത സമീപനം ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകും. പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് എന്ന നിലപാട് കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്ക് തന്നെ എടുത്തതാണ്. ആ തീരുമാനം ഇന്നലെ KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പോ പ്രഖ്യാപിക്കാം എന്നൊരു തീരുമാനം തത്വത്തിൽ എടുക്കുകയും ചെയ്തിരുന്നു.